7 ആവശ്യങ്ങളിൽ 5 ആവശ്യങ്ങൾ മന്ത്രിമാർ അനുഭാവപൂർവ്വം പരിഗണിച്ചുവെന്നും തങ്ങൾ ഉന്നയിച്ച മുഴുവൻ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ വരും ദിവസങ്ങളിൽ വള്ളങ്ങളിറക്കിയുള്ള ശക്തമായ സമരം നടത്തുമെന്നും തിരുവനന്തപുരം ലത്തീൻ അതിരൂപത വിദ്യാഭ്യാസ കമ്മീഷന്റെ കോർപ്പറേറ്റ് മാനേജർ ഫാദർ ഡേസൺ യേശുദാസ് ഷെക്കേന ന്യൂസിനോട് പങ്കുവച്ചു. 7 ആവശ്യങ്ങളിൽ 5 എണ്ണം അനുഭാവപൂർവ്വം പരിഗണിച്ചു എന്നുള്ളത് നല്ല വാർത്തയാണ്. 2 കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തീരുമാനമാകും എന്നാണ് അറിയുവാൻ സാധിക്കുന്നത്. തുറമുഖ നിർമ്മാണം നിർത്തിവെച്ചുകൊണ്ട് പഠനം നടത്തുന്ന കാര്യവും മണ്ണെണ്ണയുടെ സബ്സിഡിയുടെ കാര്യത്തിലും മുഖ്യമന്ത്രി ക്യാബിനറ്റ് കൂടി തീരുമാനിക്കണമെന്നാണ് അറിയുവാൻ സാധിക്കുന്നത്. പൊതുവെ വളരെ അനുഭാവപൂർണമായിട്ടുള്ള ചർച്ചയായിരുന്നു. അത് പ്രാർത്ഥനയുടെ ഫലമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവത്തിൻ്റെ ഇടപെടൽ നടക്കുകയാണ്. തീർച്ചയായിട്ടും നല്ല വാർത്തയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ 2 കാര്യങ്ങളിലുള്ള ഉറപ്പ് ഇനിയും കിട്ടേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും ഗവൺമെൻറ് അധികാരികൾ ഉറപ്പ് നൽകുകയും അത് ജലരേഖകളായി മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് തീർച്ചയായിട്ടും കിട്ടും എന്നുള്ള ഉറപ്പ് ഒരിക്കൽ കൂടെ ഞങ്ങൾക്ക് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട്. സമരം അതുവരെയും തുടരുന്നതായിരിക്കും. വരും ദിവസങ്ങളിലെ സമര പരിപാടികൾ എന്തൊക്കെയാണ്, എങ്ങനെയാണത് പ്ലാൻ ചെയ്യുന്നത്? സമാധാനപൂർണ്ണമായിട്ടുള്ള സമരപരിപാടികളാണ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു അങ്ങനെ സമാധാനപൂർണ്ണമായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. വിവിധ മുറകളിലായിരിക്കും സമരം നടക്കുവാൻ പോകുന്നത്. ചിലപ്പോൾ ഞങ്ങൾ ആവശ്യം അംഗീകരിക്കാതെ വരുന്ന പക്ഷം കടലിൽ വള്ളങ്ങളിറക്കിയുള്ള സമരമുറയും ആലോചനയിലുണ്ട്. ഗവൺമെൻറ് അനുഭാവപൂർണ്ണം എല്ലാം പരിഗണിക്കുകയാണെങ്കിൽ സമാധാനപരമായിട്ട് തന്നെ തീർക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മന്ത്രിമാരുമായുള്ള ഈ ചർച്ച ഒരു സമരം ഒരു വിജയത്തിലേക്കാണെന്നുള്ളൊരു സൂചനയാണോ നൽകുന്നത്? സമരം വിജയത്തിലാണ് സൂചന നൽകുന്നു എങ്കിലും പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ സാധിച്ചിട്ടില്ല. കാരണം അടിസ്ഥാനപ്പെട്ട 2 ആവശ്യങ്ങൾ ഇനിയും ബാക്കി നിൽക്കുകയാണ്. അതിൽ കൂടെ നമുക്കൊരു വ്യക്തി വന്നാൽ മാത്രമേ കൃത്യമായിട്ട് നമുക്കിത് വിജയിച്ചു എന്ന് പറയുവാൻ സാധിക്കുകയുള്ളൂ. തീരദേശ ജനത ഈ സമരപ്പന്തലിൽ തങ്ങളുടെ ആവശ്യങ്ങൾക്കായിട്ടുള്ള സമരം തുടരുകയാണ്. വിഴിഞ്ഞം തുറമുഖത്ത് നിന്നുള്ള സമരപ്പന്തലിൽ നിന്ന് നിതിൻ ആന്റണിക്കൊപ്പം അജീഷ് സാലു, ഷെക്കേന ന്യൂസ്.